നമസ്കാരം. ന്യൂസ് 18 ഗോദയിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ വടക്കേ അറ്റത്ത് നിന്ന് തുടങ്ങിയതാണ് ന്യൂസ് 18ന്റെ ഈ ടോക്ക് ഷോ പരിപാടി. ഇന്നിപ്പോൾ കേരളത്തിന്റെ തെക്കേ അറ്റത്ത് എത്തിയിരിക്കുന്നു. തിരുവനന്തപുരം മണ്ഡലം കേരളമാകെ, ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്ത്യ ആകെ ശ്രദ്ധിക്കുന്ന വലിയ പോരാട്ടം നടക്കുന്ന മണ്ഡലം. ഇന്ത്യയോളം തന്നെ തലപ്പൊക്കമുള്ള വലിയ എംപിമാർ പ്രതിനിധീകരിച്ച മണ്ഡലം. അതോടൊപ്പം തന്നെ ഈ വമ്പന്മാരൊക്കെ പലപ്പോഴും കടപുഴകി വീണിട്ടുള്ള മണ്ഡലം കൂടിയാണ്. അത് ഇടതുപക്ഷത്തു നിന്നായാലും കോൺഗ്രസിൽ നിന്നായാലും എല്ലാം സമാനമായ രീതിയിൽ ചെറിയ സ്ഥാനാർത്ഥികൾക്ക് മുന്നിൽ വലിയവർ കടപുഴകി വീണിട്ടുണ്ട്. വലിയ സ്ഥാനാർത്ഥികൾ തോറ്റുപോയിട്ടുണ്ട്, തുടർച്ചയായി ജയിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തവണ വീണ്ടും കടുത്ത മത്സരത്തിലേക്ക് തന്നെയാണ് തിരുവനന്തപുരം നിൽക്കുന്നത്. ഈ ഗോദയിലേക്ക് എത്തിയ 3 രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെയും മുഴുവൻ പാർട്ടി പ്രവർത്തകരെയും നാട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടിയിൽ UDFന്റെ പ്രതിനിധിയായി എത്തുന്നത് നേമം ഷജീറാണ്. ഷജീർ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. CPM-നെ പ്രതിനിധാനം ചെയ്ത് പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് D സുരേഷ് കുമാറാണ്. CPM നേമം ഏരിയ കമ്മിറ്റി അംഗവുമാണ് സുരേഷ് കുമാറിനും സ്വാഗതം ഗോദയിലേക്ക്. യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി BG വിഷ്ണുവാണ് NDA പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത്. എന്തായാലും അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ എത്തിച്ചേരും. ആദ്യം ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായ ഷജീർ സംസാരിക്കും. 3 മിനിറ്റ് ദേശീയ രാഷ്ട്രീയത്തിൽ എന്തുകൊണ്ട് UDF ജയിക്കണം. നമുക്കറിയാം, ഇന്ന് പോലും നരേന്ദ്രമോദിയുടെ മലയാളത്തിലുള്ള ആദ്യത്തെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തലക്കെട്ടുകൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു. അഴിമതിക്കെതിരെ നിരന്തരം പോരാടുന്നവരാണ് BJP എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതായത് ED പോലുള്ള അന്വേഷണ ഏജൻസികളെ സ്വതന്ത്രമായി വിട്ടാൽ മാത്രമേ രാജ്യത്തെ അഴിമതിയെ തുടച്ചു മാറ്റാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാദം. രാജ്യത്തെ അഴിമതിയെ തുടച്ചു മാറ്റുന്നില്ല എന്ന് മാത്രമല്ല, അഴിമതിക്കാർക്ക് ഇതുപോലെ പ്രോത്സാഹനം നൽകുന്ന ഒരു സർക്കാർ വേറെയില്ല. നമുക്ക് പല തീരുമാനങ്ങളും നമ്മൾ കണ്ടതാണ്. ഇന്ന് ദേശീയ തലത്തിൽ രാജ്യം എന്താണ് കാണുന്നത് എന്നുള്ളത് ഏറ്റവും പ്രസക്തമാണ്. നമുക്കറിയാം, അഴിമതിക്കെതിരെ പോരാടുന്നവരെ ജയിലിലടയ്ക്കുന്നു, നീതിക്ക് വേണ്ടി പോരാടുന്നവരെ ജയിലിലടയ്ക്കുന്നു, കൊലയാളികളെയും കുറ്റവാളികളെയും ജയിൽ മുക്തരാക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മഹാരാജ്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. സഞ്ജയ് ഭട്ട് അടക്കമുള്ള പ്രഗത്ഭരായ IPS ഉദ്യോഗസ്ഥരെ ജയിലിലിട്ടിരിക്കുകയാണ് ഈ കേന്ദ്രം. അതുപോലെ തന്നെ തീസ സദൽവാദിനെ പോലുള്ള സോഷ്യൽ ആക്ടിവിസ്റ്റുകൾ, ഈ രാജ്യത്തിന്റെ ദുർബലരായ പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി നിരന്തരം തെരുവിൽ പോരാടിയ ആളുകളൊക്കെ ജയിലിലടയ്ക്കപ്പെടുകയാണ്. അതുപോലെ തന്നെ അഹ്ലക്കിനെ കൊന്ന കൊലയാളികളെ, RSSകാരെ ജയിലിലടച്ച സുബോധ് കുമാർ സിംഗ് എന്ന് പറയുന്ന പോലീസുകാരനെ വെടിവെച്ച് കൊല്ലുന്നു. അപ്പോൾ നിരന്തരമായി നീതിക്ക് വേണ്ടി പോരാടുന്നവരെ ജയിലിലടയ്ക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറുകയും, നമുക്കറിയാം, ബിൽക്കിസ് ബാനു അടക്കമുള്ള ആളുകളെ വളരെ ക്രൂരമായി വേട്ടയാടുകയും ആ ബിൽക്കിസ് ബാനുവിന്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ക്രൂരമായി കൊലപ്പെടുത്തിയ കുറ്റവാളികളെ വെറുതെ വിടാൻ വേണ്ടി, അതായത് ഒരിക്കലും വെറുതെ വിടാൻ പാടില്ലാത്ത കൊച്ചുകുട്ടികളോട് പോലും സ്ത്രീകളോട് പോലും വളരെ ക്രൂരമായി പീഡനം നടത്തുന്നവരെ ഒരിക്കലും പുറത്തു വിടാൻ പാടില്ല എന്ന സുപ്രീം കോടതി വിധി നിലനിൽക്കുമ്പോൾ BJPയുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ തന്നെ കുറ്റവാളികളെ വെറുതെ വിടുന്നു, തുറന്നു വിടുന്ന ഒരു സമീപനമാണ് ഈ രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാജ്യം എങ്ങനെയായിരിക്കണം എന്നുള്ളതിൽ നിന്ന് വളരെ വിപരീതമാണ്. കുറ്റവാളികൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കാനുള്ള രാജ്യമായിരിക്കണം, ജനാധിപത്യമായ മൗലികമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന രാജ്യമായിരിക്കണം ഇന്ത്യ മഹാരാജ്യം. അതിൽ നിന്ന് വ്യത്യസ്തമായി കുറ്റവാളികൾക്ക് കൂടുതൽ, നമുക്കറിയാം, കലാപത്തിന് നേതൃത്വം കൊടുത്ത എത്രയോ ആളുകളെ MLAയും MP യും ആക്കി മാറ്റുന്ന ഒരു പാർട്ടിയായി കേരളത്തിലെ അല്ലെങ്കിൽ ഈ രാജ്യത്തെ BJP ആയി മാറിയിരിക്കുന്നു. പ്രഗ്യാ സിംഗ് ഠാക്കൂർ അടക്കമുള്ള, അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള ആളുകളെ കൊന്നൊടുക്കിയ കലാപത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെയൊക്കെ പാർലമെന്റിലേക്ക് പറഞ്ഞു വിടുകയാണ്. അപ്പോൾ രാജ്യം എങ്ങനെയാണ് മാതൃകയാകേണ്ടത് എന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ രാജ്യം മുമ്പോട്ട് പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്നത് ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്ത് ഉണ്ടാകുമോ ഇല്ലയോ എന്ന ആശങ്ക ജനങ്ങൾക്കിടയിൽ വളരെ വലുതായി നിഴലിച്ച് നിൽക്കുകയാണ്. നമുക്കിതുപോലെ കൂടിയിരിക്കാൻ കഴിയുമോ, ഇത്തരത്തിൽ നമുക്ക് തുറന്ന അഭിപ്രായം പറയാൻ കഴിയുമോ എന്ന നിലയിലുള്ള ആശങ്ക ഈ രാജ്യത്ത് പടർന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് പ്രസക്തി വർദ്ധിക്കുന്നത്. ഇന്ത്യയുടെ ജനാധിപത്യം, മതനിരപേക്ഷത, ഇന്ത്യൻ ഭരണഘടന എന്നിവ വല്ലാത്ത വെല്ലുവിളികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ജനാധിപത്യം എന്ന് പറയുന്നത് വിമർശിക്കുന്നവരെ മുഴുവൻ പേരെയും ജയിലിലടയ്ക്കുന്ന ഒരു സമീപനമാണ് സംഘപരിവാര നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഡൽഹിയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ PCC പ്രസിഡന്റ് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മനീഷ് സിസോദിയയെ അറസ്റ്റ് ചെയ്യുന്നത്. മനീഷ് സിസോദിയ ഡൽഹിയുടെ ഉപമുഖ്യമന്ത്രിയാണ്. കഴിഞ്ഞ 1 വർഷത്തിലേറെ കാലമായി അദ്ദേഹം തീഹാർ ജയിലിലാണ്. അത് കഴിഞ്ഞ് അവർ തന്നെ ഉണ്ടാക്കിയ സമരത്തിന്റെ പ്രതിഫലനം എന്നോണം അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹി മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹം ഇന്ന് തീഹാർ ജയിലിലാണ്. ഇവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സജീറിൻ്റെ പാർട്ടിയുടെ ഇരട്ടത്താപ്പ്. പരാതി കൊടുത്തതും അവരാണ്. അറസ്റ്റ് ചെയ്തതിന് ശേഷം നടന്ന സർവ രാഷ്ട്രീയ സമ്മേളനത്തിൽ രാംലീല മൈതാനത്ത് ചേർന്ന
പ്രതിഷേധ സമ്മേളനത്തിൽ മുഖ്യ സംഘാടകരായി പങ്കെടുത്തതും കോൺഗ്രസ് ആണ്. ഇതൊരു വിചിത്രമായിട്ടുള്ള രീതിയാണ്. ഈ രീതി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ചരിത്രത്തിൻ്റെ പാരമ്പര്യം പേറുന്ന പ്രസ്ഥാനം അവസാനിപ്പിക്കേണ്ടതാണ്. ജനങ്ങളെ അധികകാലം കണ്ണിൽ പൊടിയിട്ട് നിങ്ങൾക്ക് പോകാൻ വേണ്ടി കഴിയില്ല. അതുപോലെ തന്നെയാണ് മതനിരപേക്ഷത. നമുക്കറിയാം, ഈ രാജ്യത്ത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാകെ തന്നെ വല്ലാത്ത വർഗീയ ലഹളകൾ പടർന്നുകൊണ്ടിരിക്കുകയാണ്. മണിപ്പൂരിൽ, UP-യിൽ, അതുപോലെ തന്നെ ഗുജറാത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് നമുക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യങ്ങളാണ്. നിരവധി ആളുകളാണ് ഇപ്പോഴും അരുംകൊലയ്ക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്നത്. വെടിയൊച്ച നിലയ്ക്കാത്ത ഗ്രാമങ്ങളായി ഉത്തരേന്ത്യൻ ഗ്രാമങ്ങൾ മാറുകയാണ്. എന്തായാലും രണ്ടുപേരുടെയും ആരോപണമുന സ്വാഭാവികമായും BJP-യുടെ നേർക്ക് തന്നെയായിരുന്നു. എന്തുകൊണ്ട് NDA സ്ഥാനാർത്ഥി ഇവിടെ ജയിക്കണം? കഴിഞ്ഞ 10 വർഷമായി കേന്ദ്രത്തിൽ അധികാരത്തിലിരുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ മുദ്രാവാക്യം സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ്. ഈ രാജ്യത്ത് രാഷ്ട്രീയ ജാതി മത പരിഗണനയില്ലാതെ എല്ലാവർക്കും തുല്യമായ നീതി ഉറപ്പാക്കാൻ നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞു. നരേന്ദ്രമോദി സർക്കാരിന്റെ ഒരു കേന്ദ്ര പദ്ധതി പോലും ലഭ്യമല്ലാത്ത ഒരു കുടുംബവും ഈ രാജ്യത്തില്ല. ഈ രാജ്യത്ത് ഇന്ന് പട്ടിണിയില്ല. ഈ രാജ്യത്ത് തൊഴിൽ മേഖലകളിൽ വലിയ വർധനമുണ്ടാകുന്നു. ഈ രാജ്യം സകല മേഖലകളിലും വളർന്നുകൊണ്ടിരിക്കുന്നു. വ്യായാമ മേഖലയിലാട്ടെ, ഗതാഗത മേഖലയിലാട്ടെ, വിഴിഞ്ഞം പദ്ധതിയാകട്ടെ, ഇങ്ങനെ സർവ്വ മേഖലകളിലേക്കും നരേന്ദ്രമോദി സർക്കാരിന്റെ വികസനം എത്തുമ്പോൾ രാഷ്ട്രീയം പറയാനും മതം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കാനും മാത്രമേ കോൺഗ്രസിന് CPM-ഉം കഴിയുന്നു. ഒരു അലിവയും മത്തിക്കറിയും പോലെയാണ് CPM-ന്റെയും കോൺഗ്രസിന്റെയും INDA സഖ്യം എന്ന് പറയുന്നത്. ഈ സഖ്യത്തിന് എന്തെങ്കിലും മുദ്രാവാക്യമുണ്ടോ? എന്തെങ്കിലും കാര്യത്തിൽ ഒരുമിച്ചൊരു ആശയപരമായ തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഇവരെല്ലാം പരസ്പരം കുറ്റം പറയുകയും കേരളത്തിൽ തമ്മിലടിക്കുകയും കേരളത്തിനപ്പുറത്തേക്ക് വന്നാൽ ഒരേ ചിഹ്നത്തിൽ പരസ്പരം വോട്ട് ചോദിച്ച് പരസ്പരം ജാള്യരാകുന്ന കക്ഷികളാണിവർ. അതുകൊണ്ട് ഇവർക്കെതിരായ ഒരു ശക്തമായ ജനവികാരം കേരളത്തിലും ഉണ്ടാകും. കേരളത്തിൽ CPM-ഉം കോൺഗ്രസ് നടത്തുന്നത് ഒന്നാം തരം ബറോട്ട നാടകമാണ്. രാഹുൽ ഗാന്ധിയുടെ യാത്ര പോയപ്പോൾ M. സ്വരാജ് അടക്കം പറഞ്ഞത് ഇതൊരു കണ്ടെയ്നർ യാത്ര എന്നാണ്. പിണറായി വിജയനെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നവർ ഡൽഹിയിൽ ചെന്ന് സീതാറാം യെച്ചൂരിയും രാഹുൽ ഗാന്ധിയും ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുന്നു. ഇവിടെ അഴിമതി എന്ന് പരസ്പരം പറയുന്നവർ അവിടെ ഒരുമിച്ചിരിക്കുമ്പോൾ ഇവർ ആരെയാണ് വിഡ്ഢികളാക്കുന്നത്? ഇങ്ങനെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവർക്കെതിരെ അതിശക്തമായ ജനവികാരം കേരളത്തിലുമുണ്ട്. കേരളത്തിലെ വോട്ടെണ്ണി കഴിയുമ്പോൾ ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും വലിയൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആയിരിക്കും കേരള ജനത ചരിത്രത്തിലില്ലാത്ത വിധം നടക്കാൻ പോകുന്നത്. കാരണം നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്തെ ജനങ്ങൾക്കൊപ്പമാണ്. ഇവിടെ ജാതി മത രാഷ്ട്രീയ പരിഗണനയ്ക്ക് അതീതമായി എല്ലാവരുടെയും ജീവിത നിലവാരം ഉയർത്തുവാനും എല്ലാവരെയും കരുതലോടെ സംരക്ഷിക്കാനും നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞു. ഇവിടെ കോൺഗ്രസും CPM-ആണ് വലിയ ബന്ധം പുലർത്തുന്നു എന്നാണ് പ്രിയപ്പെട്ട വിഷ്ണു പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ആരോപണം പറയുന്നത്? നിങ്ങൾ എന്തിനാണ് കരയുന്നത്? പിണറായി വിജയന്റെ മകൾ അത്രയും വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, അർദ്ധ തർക്ക പരിഹാര ബോർഡ് പോലും, ഈ സെറ്റിൽമെന്റ് ബോർഡ് പോലും പറഞ്ഞത് വീണ വിജയൻ അല്പം പോലും നികുതി അടയ്ക്കാതെ പണം കട്ടെടുത്തു എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ട് നിങ്ങൾ നടപടി സ്വീകരിക്കുന്നില്ല? കരുവന്നൂരിൽ നമുക്കറിയാം, AC മൊയ്തീൻ അടക്കമുള്ള ആളുകളുടെ വീട്ടിൽ നിന്ന് 40 ലക്ഷം രൂപ കണ്ടെത്തിയിട്ട് അത് അനധികൃതമായിട്ടുള്ള പണമാണ് എന്ന് കണ്ടെത്തിയിട്ട് പോലും അദ്ദേഹത്തിന്റെ ജയിലിലടയ്ക്കാൻ കെൽപ്പ് കാണിക്കുന്നില്ല. നമുക്കറിയാം, അതുപോലെ തന്നെ ലൈഫ് മിഷൻ പദ്ധതിയിൽ കൈക്കൂലി കൊടുത്ത ആ പ്രോജക്റ്റിന് നേതൃത്വം കൊടുത്ത യൂണിടെക്കിന്റെ മുതലാളി പറയുന്നു സ്വപ്ന സുരേഷിനും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ PA-ക്കും കൈക്കൂലി ഞാനാണ് കൊടുത്തത് എന്ന് സത്യസന്ധമായി പുറത്തു പറഞ്ഞിട്ട് പോലും അവരെ ഒന്ന് ജയിലിടാൻ തയ്യാറാവാത്ത BJP ഇവിടെ നിന്ന് എന്തിനാണ് കരയുന്നത്? കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അവരുടെ കയ്യിലല്ലേ ഇരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കെതിരെ വാ തുറക്കാത്ത ആരെയെങ്കിലും പിടിച്ച് ജയിലിടാൻ ഇതുവരെ BJP കഴിഞ്ഞിട്ടുണ്ടോ? ഈ രാജ്യം പിറകോട്ട് പോകുന്നതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതിയാണ്. ഒരിക്കലും ഒരു രാജ്യത്തും ഇല്ലാത്ത രീതിയിലുള്ള അഴിമതി ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്നുണ്ട്. പക്ഷേ അഴിമതിക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരാളെ പോലും BJP ഇന്ന് വരെ ശിക്ഷ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. അല്ല, ഇവിടെ ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി ആങ്കർ പറയുമ്പോൾ നേരെ മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും പിടിക്കുന്നത് തങ്ങൾക്ക് പറയാൻ ദേശീയ രാഷ്ട്രീയം ദാരിദ്ര്യം നിറഞ്ഞതായതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ പറയേണ്ടതായി വരുന്നത്. അദ്ദേഹത്തിന്റെ വിഷമത ഞാൻ മനസ്സിലാക്കുന്നു. ഈ ലോകം കണ്ട ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അഴിമതിയാണ് ഇലക്ട്രൽ ബോണ്ട്. ഇലക്ട്രൽ ബോണ്ട് നമുക്കറിയാം, ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുണ്ട്. കേൾക്കുമ്പോൾ മനോഹരമായ പേരാണ്. യഥാർത്ഥത്തിൽ സാന്റിയാഗോ മോർട്ടൻ ലോട്ടറി രാജാവ് കോടിക്കണക്കിന് രൂപയാണ് BJPക്കും കോൺഗ്രസിന് നൽകിയത്. ആ സുപ്രീം കോടതിയുടെ പ്രധാനപ്പെട്ട വിധി വരുന്ന സന്ദർഭത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ നേതാവ് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഒരു നിവൃത്തിയുമില്ലാതെ, അവസാനം നിർവാഹമില്ലാതെ സുപ്രീം കോടതിക്ക് മുമ്പാകെ മുഴുവൻ തെളിവുകളും SBIക്ക് ഹാജരാക്കേണ്ടി വന്നത്. അതുപോലെ തന്നെ മേഗാ കൺസ്ട്രക്ഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ
വെസ്റ്റേൺ UP പവർ ട്രാൻസ്മിഷൻ 1186 കോടി രൂപയാണ് BJPക്ക് കൊടുത്തത്. ഈ തുകകളെന്ന് പറയുന്നത് ഇന്ത്യയിലെ ദരിദ്ര ജനവിഭാഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി വിനിയോഗിക്കേണ്ടുന്ന തുകയാണ്. നിയമത്തിൻ്റെ പരിരക്ഷയുണ്ട് എന്ന് ഇവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഈ കമ്പനികളിൽ നിന്നും കൈക്കൂലിയായി ഈടാക്കിയിരിക്കുന്നത്. തങ്ങൾ ഭരിക്കുന്നത് കൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടിരിക്കുന്നു. ഇവിടെ EDയുടെയും മറ്റ് CBIയുടെയും ഒക്കെ വാദം പറഞ്ഞ് വല്ലാതെ വാചാലരാകുന്ന BJPയുടെ നേതാവിനോട് എനിക്ക് പറയാനുള്ളത്, ഇന്ത്യയുടെ രാഷ്ട്രീയം ഒരല്പം തിരിയുകയാണെങ്കിൽ ഇതിനേക്കാൾ ഏകാധിപത്യ സ്വഭാവത്തോടു കൂടി സ്വേച്ഛാധിപത്യ ഭരണം ഈ രാജ്യത്ത് നടന്നിട്ടുണ്ട്. 404 സീറ്റിന്റെ പിൻബലത്തോടുകൂടി ഈ രാജ്യത്തിൽ രാഷ്ട്രീയ കക്ഷി അധികാരത്തിലിരുന്നിട്ടുണ്ട്. അവരുടെ ഗതികേട് നാം ഇപ്പോൾ കാണുന്നുണ്ട്. അതേ ഗതികേടിലേക്ക് സംഘപരിവാരം BJP പോകുന്ന കാലം അതിവിദൂരമല്ല. BJPക്കെതിരെ ഇത്രയും ആക്ഷേപം CPMനുണ്ടെങ്കിൽ എത്ര സീറ്റിൽ BJPക്കെതിരെ രാജ്യത്ത് CPM മത്സരിക്കുന്നുണ്ട്? നിങ്ങൾ അവിടെ BJPക്കെതിരെ മത്സരിച്ച് നിങ്ങളുടെ കരുത്ത് കാട്ടൂ. ജനങ്ങളോട് പറയൂ BJPയെ പരാജയപ്പെടുത്താൻ. BJPക്കെതിരെ ഒരു സ്ഥാനാർത്ഥിയെ പോലും നിർത്താൻ ഗതിയില്ലാത്ത പരഗതിയില്ലാത്ത പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. അവർ ഞങ്ങളെ അഴിമതിക്കെതിരെ പറയുമ്പോൾ നിങ്ങൾ ജനങ്ങളോടൊപ്പം സംസാരിക്കൂ. അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും ഈ രാജ്യത്ത് CPMന് ശേഷിയില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ രാജ്യത്തെ ജനങ്ങളോടാണ്. ഞങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലം ഭരിച്ചപ്പോൾ പലതരത്തിലുള്ള വികസന പ്രവർത്തനം നടപ്പിലാക്കി. ഹൈവേ വികസനം, ദേശീയപാതകളുടെ വികസനം, ഭാരത് മാല പദ്ധതി, ദേശീയപാത, കൊച്ചി മെട്രോ, റെയിൽവേ വികസനം, സാമൂഹ്യ സുരക്ഷാ മേഖലയിൽ PM ജൻധൻ യോജന, PM കൗശൽ വികാസ് യോജന, അടൽ പെൻഷൻ യോജന, PM ഉജ്ജ്വൽ യോജന, PM മുദ്ര യോജന, വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര ശിക്ഷാ അഭിയാൻ നടപ്പിലാക്കി. 2014 മത്സരിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാമായിരുന്നു ഒരു അഴിമതിരഹിത പ്രതിച്ഛായ. ആ പ്രതിച്ഛായ നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. കാരണം ഇലക്ട്രൽ ബോർഡ് മാത്രം അതിനൊരു ഉദാഹരണമായി എടുത്താൽ നിങ്ങൾക്ക് അങ്ങനെ നെഞ്ചിത്തോട്ട് പറയാൻ പറ്റുമോ ഈ അഴിമതിരഹിത പ്രതിച്ഛായ നരേന്ദ്രമോദിക്ക് ഇപ്പോഴും ഉണ്ടെന്ന്? സുപ്രീം കോടതി വിധി ഞങ്ങൾ അംഗീകരിക്കുന്നു. സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കി. ഇലക്ട്രൽ ബോണ്ടിലൂടെ പണം സമാഹരിച്ചത് നിയമവിരുദ്ധമായിട്ടെന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത്? നിലവിലുണ്ടായിരുന്ന നിയമപ്രകാരം തന്നെയാണ് പണം നേടിയത്. അന്ന് കോൺഗ്രസ് അടക്കമുള്ള എല്ലാ കക്ഷികളും ഇലക്ട്രൽ ബോണ്ട് നേടിയല്ലോ, കോൺഗ്രസും പണം നേടിയല്ലോ. നിയമവിരുദ്ധമായതുകൊണ്ടാണ് സുപ്രീം കോടതി അത് റദ്ദാക്കിയത്. കോൺഗ്രസ് അടക്കം ഇലക്ട്രൽ ബോണ്ട് വഴി നിയമവിരുദ്ധമായതുകൊണ്ടാണ് സുപ്രീം കോടതി റദ്ദാക്കി. ഞങ്ങൾ തീരുമാനം അംഗീകരിക്കുന്നു. ഞങ്ങൾക്ക് ആരോടും മറച്ചു വയ്ക്കാൻ ഒന്നും തന്നെ ഇല്ല. അല്ല, ഞാൻ പറയട്ടെ, ചോദ്യം എന്നോടായിരുന്നല്ലോ. നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടല്ലോ. ചോദ്യം എന്നോടല്ലേ? അല്ല, ഞാൻ പറയട്ടെ, ചോദ്യം എന്നോടല്ലേ? ഞാൻ പറയട്ടെ, താങ്കൾക്ക് താങ്കളുടെ അവസരത്തിൽ പറയാം. ക്ലിയർ ചെയ്ത് പോകണം. എല്ലാ കക്ഷികളും നേടിയിട്ടില്ല. അല്ല, നിങ്ങളല്ല നിയന്ത്രിക്കേണ്ടത്. ചോദ്യം എന്നോടാണെങ്കിൽ ഉത്തരം പറയാനുള്ള അവസരം എനിക്കുണ്ടാവുമെന്ന് അവതാരകരോട് ഞാൻ പറയുന്നു. ചോദിച്ചത് എന്നോടല്ലേ? ഞാൻ പറയട്ടെ, താങ്കളോടല്ലോ ചോദിച്ചത്. അല്ലെങ്കിൽ ആങ്കർ ക്ലിയർ ചെയ്താൽ മതി. അല്ലെങ്കിൽ താങ്കൾ ക്ലിയർ ചെയ്താൽ മതി. അല്ലല്ല, അത് ആങ്കർ ക്ലിയർ ചെയ്യണം. എല്ലാ കക്ഷികളും നേടിയിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ ഇലക്ട്രൽ ബോണ്ടിൽ കാശ് സ്വരൂപിച്ചിട്ടില്ല. ഇലക്ട്രൽ ബോണ്ട് വഴി കുത്തകകളുടെ പണം സ്വീകരിച്ചിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ ആ കോടതി പരാമർശത്തിനകത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ വിഷ്ണുവിനെ പോലുള്ള ആളുകൾ മൈക്ക് കിട്ടുമ്പോൾ എന്തും വിളിച്ച് കൂവാൻ നിന്ന് കഴിഞ്ഞാൽ ആരോടാണ് ചോദ്യം? LDFിനെ കേരളത്തിൽ മാത്രമേ പിരിക്കാൻ പറ്റുള്ളൂ. അത് ബക്കറ്റ് പിരിവിലൂടെയാണ് അഴിമതികൾ. പാവപ്പെട്ട രക്തസാക്ഷികളെ പേര് പറഞ്ഞ് പിരിച്ച് കൊള്ളയടിച്ച് പാവങ്ങൾക്ക് വീട് തന്നെ വെച്ചു കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ യു.ഡി.എഫും അതുപോലെ തന്നെ ഇലക്ട്രൽ ബോണ്ട് കോടതി റദ്ദാക്കാനേ പറഞ്ഞുള്ളൂ. നിയമപരമായിട്ട് ചോദ്യം, ഈ കേരളത്തിൽ എന്ത് പറഞ്ഞാണ് LDFും UDFും വോട്ട് ചോദിക്കുന്നത്? ശരി, കേരളത്തിൽ എന്ത് പറഞ്ഞാണ് LDF UDF വോട്ട് ചോദിക്കുന്നത്? കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ത്യയിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കുന്നത് വർഗീയതക്കെതിരായി വോട്ട് ചെയ്യണമെന്നാണ്. നിങ്ങളുടെ വർഗീയത, RSSന്റെ വർഗീയത, നിങ്ങളുടെ വർഗീയത, RSSന്റെ വർഗീയത. മണിപ്പൂരിൽ 2 യുവതികളെ വിവസ്ത്രരാക്കി നടത്തി കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയ വർഗീയതക്കെതിരായിട്ടാണ് വോട്ട് ചോദിക്കുന്നത്. ഇന്നലെ തെലങ്കാനയിൽ മദർ തെരേസയുടെ നാമധേയത്തിലുള്ള ക്രൈസ്തവ ദേവാലയം ആക്രമിച്ച് അവിടത്തെ പുരോഹിതനെ ആക്രമിച്ച് ജയ് ശ്രീറാം നിർബന്ധിച്ച് വിളിപ്പിച്ച ആ വർഗീയതക്കെതിരായിട്ടാണ് ഇവിടെ ഇടതുപക്ഷം വോട്ട് ചോദിക്കുന്നത്. മുസാഫർ നഗറിൽ ഒരു ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയെ കളിയാക്കി എന്ന പേരിൽ 100 കണക്കിന് ആളുകളെ
അമിത്ഷായുടെ നേതൃത്വത്തിൽ കൊന്നൊടുക്കിയ വർഗീയതക്കെതിരായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വോട്ട് ചോദിക്കുന്നത്. ഷജീർ അല്ല, ചോദ്യം ഇതായിരുന്നു, എങ്ങനെ ഞങ്ങൾ വോട്ട് ചോദിക്കുന്നു. തിരിച്ച് അങ്ങോട്ട് ഞാൻ ചോദിക്കും, നിങ്ങൾ എങ്ങനെ വോട്ട് ചോദിക്കും? ഞാൻ പറയട്ടെ, തീർന്നില്ല. ഈ രാജ്യത്തെ കർഷകന്റെ വീട്ടിൽ പോയി നിങ്ങൾക്ക് വോട്ട് ചോദിക്കാൻ പറ്റുമോ? കർഷകനെ വണ്ടിയിടിച്ച് കൊന്നവരാണ് ഈ സർക്കാർ. ഞാൻ പറയട്ടെ, കർഷകനെ വണ്ടിയിടിച്ച് കൊന്നവരാണ്. അവന്റെ വേർപ്പിന്റെ വില ഈടാക്കാൻ കോർപ്പറേറ്റ് കുത്തക മുതലാളിമാർക്ക് തീരെഴുതി കൊടുത്ത സർക്കാരാണ് കേന്ദ്ര സർക്കാർ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇനി ഈ രാജ്യത്തെ പട്ടാളക്കാരുടെ വീട്ടിൽ പോയി നിങ്ങൾക്ക് വോട്ട് വയ്ക്കാൻ പറ്റുമോ? പുൽവാമയിൽ പാവപ്പെട്ട പട്ടാളക്കാരെ കൊലക്കി കൊടുത്തത് ആരാണ്? നരേന്ദ്രമോദിയാണ്. സത്യപാൽ മാലിക്കിന്റെ, ഞാൻ പറയട്ടെ, സത്യപാൽ, ഇത് ഞാൻ പറഞ്ഞതല്ല. ഈ രാജ്യത്തിന്റെ നിങ്ങളുടെ ബിജെപിയുടെ ഏറ്റവും വലിയ നേതാവായ ബിജെപിയുടെ ദേശീയ ഉപാധ്യക്ഷനായ സത്യപാൽ മാലിക്കാണ് പറയുന്നത്. കോൺഗ്രസ് നേതാക്കളല്ല പറഞ്ഞത്. ആദ്യം നിങ്ങൾ അത് മനസ്സിലാക്കണം. ഇനി ഈ രാജ്യത്തെ ചെറുപ്പക്കാരോട് ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്തെ ചെറുപ്പക്കാരോട് നിങ്ങൾക്ക് വോട്ട് വയ്ക്കാൻ പറ്റുമോ? രാജ്യം കണ്ട ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്ക് നേരിട്ട കാലഘട്ടം ഇതാണ്. ഈ രാജ്യത്തെ എഴുത്തുകാരോട് പോയി നിങ്ങൾക്ക് വോട്ട് വയ്ക്കാൻ പറ്റുമോ? ഈ രാജ്യത്തെ ഞാൻ ചോദിക്കട്ടെ, എഴുത്തുകാരോട് വോട്ട് വയ്ക്കാൻ പറ്റുമോ? അവരെ വെടിവെച്ച് കൊന്നത് ആരാണ്? ഞാൻ ചോദിക്കട്ടെ. അതുപോലെ എത്ര ആളുകളെ നിങ്ങൾക്കൊന്നു ഈ രാജ്യത്തെ സ്ത്രീകളോട് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പൊന്ന അനിയത്തിമാരോട് വോട്ട് വയ്ക്കാൻ പറ്റുമോ? തൊട്ടടുത്തുള്ള കർണാടക മുൻ മുഖ്യമന്ത്രി യെഡിയൂരപ്പയ്ക്കെതിരെ പോക്സോ കേസ് എടുത്തിരിക്കുകയാണ്. ബ്രിജ്ഭൂഷൺ എംപിക്കെതിരെ കായിക താരങ്ങളെ അപമാനിച്ചതിന് പേരിൽ അദ്ദേഹത്തിനെതിരെ കേസുണ്ട്. തീർന്നില്ല. നമുക്കറിയാം, ഉന്നവയിലെ പാവപ്പെട്ട പെൺകുട്ടിയെ പീഡിപ്പിച്ചത് ആരാണ്? അവിടുത്തെ MLA ആരാണ്? കുൽദീപ് സംഗാർ എന്ന് പറയുന്ന ബിജെപിയുടെ MLA. അപ്പോൾ ഈ രാജ്യത്ത് ഞാൻ പറയുന്നു, RSSും സംഘപരിവാറും ഈ രാജ്യം ഭരിക്കുമ്പോൾ, നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ നമ്മുടെ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നത് RSSന്റെ ബിജെപിയുടെ എംപിമാരും ബിജെപിയുടെ MLAമാരാണ്. അവർക്ക് ഇവിടെ എവിടെ പോയി വോട്ട് വയ്ക്കാൻ കഴിയും? എല്ലാ വീട്ടിലും പോയി വോട്ട് ചോദിക്കേണ്ട അവകാശം ഇന്ന് കോൺഗ്രസിനാണുള്ളത്. കാരണം 15 ലക്ഷം രൂപ ഓരോരുത്തരുടെ അക്കൗണ്ടിൽ വരുമെന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞ പ്രാവശ്യം BJP പറഞ്ഞിരുന്നു. 1 രൂപ പോലും വന്നിട്ടില്ല. മാത്രമല്ല 2000 രൂപയോ 3000 രൂപയോ പോയി ബാങ്കിൽ നിന്നെടുത്ത 69 രൂപ സാധാരണ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അവർ പറയട്ടെ, ഈ കൂട്ടത്തിൽ ആകെപ്പാടെ ഒരു സ്ത്രീയേ ഉള്ളൂ. അവരുടെ ചോദ്യത്തെ പോലും നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? അവർ പറയട്ടെ, അവർ ചോദ്യങ്ങളല്ലേ ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ബഹളം ഉണ്ടാക്കുന്നത്? വിവര സാങ്കേതിക വിദ്യ എന്ന തരത്തിൽ നിങ്ങൾ ചെപ്പടി വിദ്യയാണ് ഭാരത രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത്. ഈ ദേശീയ രാഷ്ട്രീയത്തില് സ്ത്രീകളുടെ വോട്ടിന് നിങ്ങൾക്ക് അവകാശമില്ല എന്ന് ഞാൻ വ്യക്തമായിട്ട് ശക്തമായിട്ട് നിങ്ങൾ പറയണം. BJPക്കുമില്ല, അതുപോലെ തന്നെ സിദ്ധാർത്ഥിനെ പോലെയുള്ള കൊലയാളികൾ നടപ്പിലാക്കിയോ ഇല്ലയോ? 15 ലക്ഷം. അല്ല, ഞാൻ പറയട്ടെ, ഈ രാജ്യത്ത് തൊഴിലില്ലാത്തത് കൊണ്ട് അമേഠിയിൽ തുന്നമ്പാടി വയനാടിൽ വന്നത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിക്കാണ് ഈ രാജ്യത്ത് തൊഴിലില്ലാതിരിക്കുന്നത്. എന്തേ രാഹുൽ ഗാന്ധി അവിടെ പരാജയപ്പെട്ടത്? രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടതിന് എന്താ കാരണം? രാഹുൽ ഗാന്ധിക്ക് വടക്കേ ഇന്ത്യയിൽ ഒരിടത്തും മത്സരിക്കാൻ കഴിയില്ല. കാരണം ജനങ്ങൾ കോൺഗ്രസിനെതിരാണ്, കുടുംബ രാഷ്ട്രീയത്തിനെതിരാണ്. അതുകൊണ്ടാണ് വയനാട് വന്ന് മുസ്ലിം ലീഗിന്റെ ചിറകിനടിയിൽ രാഹുൽ ഗാന്ധി ഒളിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി വർഗീയത പറയാത്തത് കൊണ്ടാണ് പരാജയപ്പെട്ടത്. നരേന്ദ്രമോദിയെ പോലെ വർഗീയത പറഞ്ഞെങ്കിൽ എല്ലാ പാർലമെന്റിലും ജയിക്കും. ഞങ്ങൾ വർഗീയത പറഞ്ഞ് ജനങ്ങളുടെ വിഷയമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അവർ ചോദിച്ചതുപോലെ, ഞാൻ പറഞ്ഞ ആളാണ്, അവർ ചോദിച്ചതുപോലെ നിങ്ങൾ കള്ളപ്പണം തിരിച്ചുകൊണ്ടുവന്നോ? ഞാൻ ചോദിക്കട്ടെ, 15 ലക്ഷം രൂപ എവിടെ? 50 രൂപയുടെ പെട്രോൾ എവിടെ? അതിനുത്തരം പറ. അല്ലാതെ ലീഗിന്റെ ചിറകിനടിയിൽ പോയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായി വർഗീയത അല്ല പറയേണ്ടത്. വർഗീയത അല്ലാതെ വേറെ എന്തെങ്കിലും വിഷ്ണുവിന് പറയാനുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, രാഷ്ട്രീയമായി പറയാനുണ്ടോ? പറയട്ടെ, പറഞ്ഞിട്ടേ പോകൂ. അങ്ങനെയൊന്നും ആരും നടത്തിയിട്ടില്ല. അങ്ങനെ ഒരു പ്രസ്താവനയും BJPയോ സർക്കാരോ നടപ്പിലാക്കിയിട്ടില്ല. അതിന്റെ പ്രസംഗത്തിന്റെ ചേച്ചിക്ക് മനസ്സിലാവാത്തത് ഹിന്ദി മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഏതെങ്കിലും പ്രചാരസഭാ ക്ലാസ്സിൽ പോയാൽ കൃത്യമായി കണക്ക് മനസ്സിലാക്കാൻ മലയാളത്തിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ K. സുരേന്ദ്രൻ പച്ച മലയാളത്തിൽ TV ചാനലിൽ വന്നിരുന്ന് 50 രൂപയ്ക്ക് 1 ലിറ്റർ പെട്രോൾ തരാമെന്ന് പറഞ്ഞിട്ട് പറന്ന് നടന്ന് 2 മണ്ഡലങ്ങളിൽ തോറ്റ ചരിത്രമുണ്ട്. അത് വിഷ്ണുവിന് അറിയാമോ? തെരഞ്ഞെടുപ്പിൽ തോറ്റ ചരിത്രം പറയുമ്പോ എനിക്ക് പറയാനുള്ള അവസരം വിഷ്ണു പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ല. അങ്ങനെ ഒരു തോറ്റ ചരിത്രം, പറന്ന് നടന്ന് 2 മണ്ഡലത്തിൽ തോറ്റ ചരിത്രം ഈ കേരളത്തിലുണ്ട്.
ഇവിടെ നേരത്തെ പറഞ്ഞു ഇടതുപക്ഷത്തിന്റെ ശക്തിയും അതിന്റെ ദൗർബല്യത്തെയും കുറിച്ച് പറഞ്ഞു. ഇടതുപക്ഷത്തിന് 63 സീറ്റ് ഉണ്ടായിരുന്ന സന്ദർഭത്തിലാണ് ഇന്ത്യ മഹാരാജ്യത്ത് തൊഴിലുറപ്പ് നിയമം ഈ രണ്ടാം UPA സർക്കാർ കോമൺ മിനിമം പ്രോഗ്രാമിലൂടെ സാധ്യമാക്കിയത്. പിന്നെന്താ CPM തോറ്റുപോയത്? ഞാൻ പറയട്ടെ, എന്തിനാ ഇങ്ങനെ അസംഷണപ്പെടുന്നത്? ഞാനിവിടെ വളരെ നിശബ്ദം, നിങ്ങൾ രണ്ടുപേരും പറയുമ്പോഴും വളരെ നിശബ്ദയോടുകൂടി കേട്ടുകൊണ്ടിരുന്ന ഒരാളാണ്. കോമൺ മിനിമം പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ UPA സർക്കാരിന്റെ കാലത്ത് ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പിലാക്കിയത് ഞങ്ങളുടെ പ്രേരണയാലാണ്. അതുപോലെ തന്നെ തൊഴിലുറപ്പ് നടപ്പിലാക്കിയത്, അതുപോലെ തന്നെ ഈ രാജ്യത്ത് വിവരാവകാശ നിയമം നടപ്പിലാക്കിയത്, ഇതെല്ലാം CMPയുടെ അടിസ്ഥാനത്തിൽ ഒരു കോമൺ മിനിമം പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷത്തിന് ശക്തിയുണ്ടായിരുന്ന സന്ദർഭത്തിൽ ഈ ഇന്ത്യയിലെ നിയമനിർമ്മാണ സഭ പാസാക്കിയ നിയമങ്ങളാണ്. അതിന്നും ജനോപകാരപ്രദമായി തുടരുകയാണ്. എനിക്ക് BJP പ്രതിനിധിയോടാണ് ചോദിച്ചത്. ഡയറക്റ്റ് ചോദ്യം. അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ കഴിഞ്ഞ 10 വർഷമായി ഈ രാജ്യം ഒരു ക്ഷേമരാഷ്ട്രമായി മാറിയെന്നാണ് അവകാശപ്പെടുന്നത്. എനിക്ക് നേരെ ചോദിക്കാനുള്ളൊരു ചോദ്യം, രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കാൻ വന്നു, സുരേന്ദ്രൻ വയനാടെത്തി രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് മത്സരിക്കാൻ. നിരന്തരം മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ സംഘർഷം നിൽക്കുന്ന വയനാട്, ധാരാളം മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ട വയനാട്, ധാരാളം മനുഷ്യരുടെ കൃഷിയിടങ്ങൾ നഷ്ടപ്പെട്ട വയനാട്ടിൽ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റാനാണ് ആദ്യം പോയത്. എന്തുകൊണ്ടാണ് BJP ഇത്തരം കാർഡുകളിലൂടെ ഈ മഹത്തായ രാഷ്ട്രത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് നേരെ കോടാലി ഓങ്ങുന്നത്? അങ്ങനെയാണ് ഉത്തരേന്ത്യയിൽ BJP അധികാരത്തിൽ വരുന്നത്. ഞാൻ സംസാരിച്ചോട്ടെ, ഞാൻ 5 മണിക്ക് വന്ന ആള്, ഞാൻ ചോദിച്ചോണ്ടിരിക്കല്ലേ. അതാണോ ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഒരു തിരഞ്ഞെടുപ്പിൽ ആദ്യം പോകുമ്പോൾ ആ സ്ഥലത്തിന്റെ പേര് ഗണപതി വട്ടമെന്നാക്കണമെന്ന് പറയുന്നുണ്ട്? എന്താണ് ഉദ്ദേശം? ദേശീയ വിഷയങ്ങൾ മാറ്റി എന്തുകൊണ്ട് സ്ഥലപ്പേരിലേക്ക് ചുരുങ്ങുന്നു? അതാണ് ചോദ്യം. അല്ല, പറയട്ടെ. എല്ലാ ദേശീയ വിഷയങ്ങളും കൃത്യമായി തന്നെ അഡ്രസ് ചെയ്യുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഞങ്ങൾക്ക് വ്യക്തമായ തീരുമാനമുണ്ട്, നിലപാടുണ്ട്. ആ നാടിന്റെ പേര് ഗണപതി വട്ടം എന്നായിരുന്നു. അത് തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടുള്ളത്. അതിൽ നിങ്ങൾക്ക് എന്താ എതിർപ്പ്? അയോധ്യ വിഷയത്തിൽ ഞങ്ങൾ നിലപാട് സ്വീകരിച്ചു. അയോധ്യയിലെ രാമക്ഷേത്രം ഞങ്ങൾ പുനഃപ്രതിഷ്ഠിച്ചു. ഞങ്ങളുടെ നിലപാടാണ്, ഞങ്ങളുടെ തീരുമാനമാണ്, ഞങ്ങൾ നടപ്പിലാക്കി. അത് ആർക്കാ എതിർപ്പുള്ളത്? നിങ്ങൾ ജനങ്ങളോട് പറയൂ. നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ ഞങ്ങളുടെ തീരുമാനത്തിൽ വ്യക്തതയുണ്ട്, നിലപാടിൽ കൃത്യതയുണ്ട്. ജനങ്ങളോട് പറയട്ടെ. ഞങ്ങൾ പറഞ്ഞു 370 വകുപ്പ് ഞങ്ങൾ റദ്ദാക്കുമെന്ന് പറഞ്ഞു. അധികാരത്തിലെത്തി 7ാമത്തെ വർഷം ഞങ്ങൾ റദ്ദാക്കി. സംശയമുള്ളവർ കോടതിയിലേക്ക് പോകൂ. കോടതി എന്താ പറഞ്ഞത്? ഇത് സർക്കാരിന്റെ തീരുമാനമാണ്, ഞങ്ങൾ നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ നടപ്പിലാക്കുക തന്നെ ചെയ്യും. അത് ഞങ്ങൾ പറയുന്നു, നടപ്പിലാക്കുന്നു. ശരി, ചോദ്യം ആരോടാണ് പറയുന്നത്? ഈ കോൺഗ്രസിന്റെ മുന്നണിയോടാണ് ചോദ്യം. അടുത്ത് രണ്ടാമത്തെ ചോദ്യം ഒന്ന്, നമ്മുടെ ഇന്ത്യ മുന്നണി ഇവിടെ ആഗോള ഇന്ത്യക്കകത്ത് മറ്റു സ്റ്റേറ്റുകളിലൊക്കെ പല മുന്നണിയുമായിട്ടും പല രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഒരുമിച്ച് നിന്ന് മത്സരിക്കുന്നു. ചിലയിടത്ത് മാറി മത്സരിക്കുന്നു. നമുക്ക് തൊട്ടടുത്ത കർണാടകയിൽ, ഇന്നത്തെ പത്രത്തിലുണ്ട്, കർണാടകയിൽ ഒരു സ്ഥലത്ത് അവിടെ ഇന്ത്യ മുന്നണി ഒരുമിച്ചാണ് മത്സരിക്കുന്നത് കർണാടകയിൽ. പക്ഷേ ഒരു സ്ഥലത്ത്, ഒരു മണ്ഡലത്തിൽ അവിടെ 3 രാഷ്ട്രീയം, കോൺഗ്രസ് പ്രത്യേകം നിൽക്കുന്നു, ഇടതുപക്ഷം പ്രത്യേകം നിൽക്കുന്നു, BJP പ്രത്യേകം. നിങ്ങൾ ഒരേ സ്ഥലത്ത് മത്സരിക്കുന്ന, ഇന്ത്യ മുന്നണിയുടെ പേരിൽ മത്സരിക്കുന്ന ആ സ്ഥലത്ത് ഒരു സ്ഥലത്ത് മാത്രം ഇങ്ങനെ എന്താണ് വരാൻ കാര്യം? കോൺഗ്രസിന്റെ പ്രതിനിധി പറയണം. 2, 404 സീറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ കോൺഗ്രസ്സുകാരുടെ തരം താത്തി. ശരിയാണ്, 404 സീറ്റ് ഉണ്ടായിരുന്ന കോൺഗ്രസിന്റെ അവസ്ഥ ഇന്ന് എല്ലാവർക്കും അറിയാം. വളരെ അത് വെച്ച് നശിക്കാൻ പോണ താന്നുകൊണ്ടിരിക്കുന്ന ഒരു കപ്പലാണ്. അത് ഒരു സംശയവും വേണ്ട. പക്ഷേ അങ്ങേക്ക് അതിനൊക്കെ കുറിച്ച് പറയാൻ എന്താണ് അവകാശം? താങ്കളുടെ പാർട്ടിയും ആ തരത്തിൽ താന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയല്ലേ? അപ്പൊ താങ്കൾക്ക് അതിനെ കുറിച്ച് എന്ത് പറയാൻ അധികാരം? ആദ്യം ചോദിച്ച ചോദ്യത്തിന് മറുപടി. നിങ്ങളെ ഉയർച്ച കണ്ടാണ് ഞാനത് പറഞ്ഞത്. കേരളത്തിലെ നിങ്ങളെ ഉയർച്ച അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ചോദിച്ചതിനുള്ള മറുപടിയാണ്. കേരളത്തിലെ നിങ്ങളുടെ പടവലങ്ങ പോലുള്ള ഉയർച്ച ഉണ്ടല്ലോ, അത് കണ്ടാണ് ഞാനത് പറഞ്ഞത്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിലെ നിങ്ങളുടെ പടവലങ്ങ പോലത്തെ ഉയർച്ച ഉണ്ടല്ലോ, ആ ഉയർച്ച കണ്ടാണ് ഞാനത് സൂചിപ്പിച്ചത്. ഉത്തരേന്ത്യയിൽ CPM-ഉം ഇടതുപക്ഷ പ്രസ്ഥാനവും ഒരു വലിയ രാഷ്ട്രീയ ശക്തിയാണെന്നൊന്നും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. പക്ഷേ നിങ്ങളുടെ ഉള്ള അക്കൗണ്ട് പൂട്ടിക്കും എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് ഞാൻ. ആ നേതാവിന്റെ അനുയായിയാണ് ഞാൻ. ഉള്ള അക്കൗണ്ട് പൂട്ടിച്ചു. ഇവിടെ ഗണപതി വട്ടത്തെ കുറിച്ച് പറഞ്ഞല്ലോ. വട്ടത്തിനോട് പ്രത്യേക താല്പര്യമുള്ളത് കൊണ്ടാണ് ഗണപതിയെ മാറ്റി നിർത്തി വട്ടം അദ്ദേഹം എടുത്തുപിടിച്ച് നടക്കുന്നത്. ഗണപതി വട്ടത്തെ കുറിച്ച് പറഞ്ഞല്ലോ. വട്ടത്തോട് പ്രത്യേക താല്പര്യമുള്ള സംസ്ഥാന പ്രസിഡന്റിന്റെ പാർട്ടിയാണ് നിങ്ങളുടെ പാർട്ടി. ഇന്ത്യ മുന്നണി എന്തുകൊണ്ടാണ് ഇനിയും വട്ടം തന്നെയാണ് കേരളത്തിൽ?
ഇനിയും വട്ടം തന്നെയാണ്, വലിയ വട്ടമായിരിക്കും. പാർലമെന്റ് എത്തുമ്പോൾ വട്ടമാർക്കാണെന്ന് ജനം തെളിയിക്കും. അതിന് ജൂൺ 4 വരെ താങ്കൾ കാത്തിരുന്നാൽ മാത്രം മതി. തീർച്ചയായിട്ടും, താങ്കൾ മാത്രമല്ല, താങ്കളുടെ മുഖ്യമന്ത്രി സ്ഥാനവും ഞങ്ങൾ ഞങ്ങൾ പൂട്ടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് NDAയുടെ നിലപാട് തന്നെയാണ്. ഈ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുന്നു. ഈ വെല്ലുവിളി ഏറ്റെടുത്തോളൂ. ഞങ്ങളോട് സംസാരിക്കുന്നത് അഴിമതിക്കാരെ മുഴുവൻ ഞങ്ങൾ ജയിലിലടയ്ക്കും. അത് അരവിന്ദ് കെജ്രിവാളായി ശരി, പിണറായി വിജയനായും ശരി, അവസാനം വരെ അഴിമതിക്കാരെ ഞങ്ങൾ പോരാടും. മറുപടി പറയാൻ മുഖ്യമന്ത്രിയുടെ ഈ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ നാട്ടിലെ അക്കൗണ്ട് വരെ പൂട്ടിക്കുമെന്ന് വിഷ്ണു ഇവിടെ എന്ന് പറഞ്ഞ വെല്ലുവിളിയെ ഞാൻ ഏറ്റെടുക്കുകയാണ്. ഞാൻ ആകെ പേടിച്ചു, ഞാനും എന്റെ പാർട്ടി ഈ വെല്ലുവിളിയായിട്ട് വെല്ലുവിളിയായിട്ട് ഞങ്ങൾ ആകെ പേടിച്ചു, ഭയപ്പെട്ടു പോയി. അതെ, കേരളത്തിൽ ഇന്ത്യ മുന്നണി CPM-നെതിരെ മത്സരിക്കുന്നത് എന്തിനാണെന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ വട്ടപൂജ്യത്തിൽ നിൽക്കുന്ന BJP-യോട് എങ്ങനെ മത്സരിക്കും? അവരുണ്ടെങ്കിലല്ലേ മത്സരിക്കാൻ പറ്റുള്ളൂ. അല്പമെങ്കിലും വയനാട്ടിൽ ശക്തർ CPM ആണ്, അതുകൊണ്ടാണ് അവരോട് മത്സരിക്കുന്നത്. ഇന്ത്യ മുന്നണിയിൽ വ്യത്യസ്തമായ ഒരുപാട് നിലപാടുള്ള, ഞാൻ ചോദിക്കട്ടെ, ഈ വർഗീയതയ്ക്കെതിരെ നിലപാടെടുക്കുന്ന എല്ലാവരുമായി ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഇന്ത്യ മുന്നണി. അത് അതിശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇവിടെ പ്രസക്തമല്ലാത്ത, കേരളത്തിൽ വലിയ പ്രസക്തമല്ലാത്ത വട്ടപൂജ്യത്തിൽ നിൽക്കുന്ന നിങ്ങളോട് ഞങ്ങൾ എങ്ങനെ മത്സരിക്കും? അല്പമെങ്കിലും കരുത്തുള്ളത് CPM ആയതുകൊണ്ട് അവരോട് മത്സരിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ വളർന്ന് വലുതായി വരൂ, അപ്പോൾ നിങ്ങളോട് മത്സരിക്കും. ചോദ്യം LDF-ന്റെയും UDF-ന്റെയും പ്രതിനിധികളോടാണ്. അതിനു മുമ്പ് ഡയറക്റ്റായിട്ട് ഒരു കാര്യം പറയട്ടെ, കോമൺ ആയിട്ട്. അതായത് ഇത്രയും നേരത്തെ ഇവിടുത്തെ ചർച്ചയിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്. പൊതുജനങ്ങൾ ഒരു കാര്യം ക്യാച്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ ഇത്രയും നേരത്തെ ചർച്ചയിൽ LDF-ഉം UDF ഇതിനിടയിൽ ഏതെങ്കിലും ഒരു വാഗ്വാദം ഇതുവരെയും പരസ്പര ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. രണ്ടുപേരുടെയും ഒരേ ചോദ്യങ്ങൾ BJP-യോടാണ്. എന്തുകൊണ്ട്? രണ്ടുപേരും BJP-യെ വളരെയധികം ഭയക്കുന്നു. അതുകൊണ്ടല്ല, എനിക്ക് കിട്ടിയ അവസരം ഞാൻ സംസാരിക്കട്ടെ. ഇത് എന്റെ സമയം. അതായത് ഭരണഘടനയെ തകർക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഈ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP-യോടുള്ള ജനസമ്മതിയായി ഇവർ രണ്ടുപേരും ഭയക്കുന്നു. എന്റെ അഭിപ്രായത്തിൽ BJP കഴിഞ്ഞിട്ട് രണ്ടും കൂടെ ചേർത്ത് ഒരൊറ്റ ഡെസ്ക് മാത്രം മതിയായിരുന്നു. ഇവിടെ നമ്മൾ കണ്ട ഈ അടുത്ത കാലങ്ങളിൽ കണ്ട കാഴ്ച എന്താ? അതായത് നിയമസഭയിൽ KM ഷാജി മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ പിറ്റേ ദിവസം 10 കൊല്ലം മുമ്പുള്ള കേസുകളെല്ലാം പൊക്കിയെടുത്തില്ലേ? അദ്ദേഹത്തിന്റെ സ്കൂളിൽ നടന്ന അപ്പോയിന്റ്മെന്റിന്റെ അതിന്റെ പിന്നാമ്പുറമായിട്ട് തീർന്നില്ല, ഇനിയും തീർന്നില്ല. അതിനുശേഷം മാത്യു കുഴൽനാടൻ ഈ മാസപ്പടി കേസിൽ ചോദ്യം ചെയ്തപ്പോൾ പിറ്റേ ദിവസം മുതൽ അദ്ദേഹത്തിന്റെ വസ്തുക്കളെല്ലാം അളക്കാൻ തുടങ്ങിയില്ലേ? ഇത് നിങ്ങൾ രണ്ടുപേരും അത് ഭയക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് ചോദിച്ച പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ അത് അജണ്ട എന്തൊക്കെ ചർച്ച ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. BJP-യുടെ പ്രതിനിധി പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ അജണ്ടയാണ് ചർച്ച ചെയ്യേണ്ടത്, അത് നമുക്ക് ചർച്ച ചെയ്യാം. ഏതൊക്കെ അജണ്ടയാണ് ചർച്ച? ജനാധിപത്യം ചർച്ച ചെയ്യപ്പെടണ്ടേ? തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനാധിപത്യം തകർക്കപ്പെടേണ്ട, അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെടേണ്ട എന്നാണോ താങ്കൾ പറയുന്നത്? മതനിരപേക്ഷത ചർച്ച ചെയ്യേണ്ടതാണോ പറയുന്നത്? ഇന്ത്യയുടെ ഭരണഘടനയെ ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വന്നാൽ തകർക്കുമെന്ന് പറയുമ്പോൾ അത് ചർച്ച ചെയ്യേണ്ട എന്നാണോ താങ്കൾ അഭിപ്രായപ്പെടുന്നത്? ഇതാണോ താങ്കളുടെ അഭിപ്രായം? ഈ കാര്യങ്ങളെല്ലാം ഇവിടെ ജനാധിപത്യത്തിൽ, മതനിരപേക്ഷതയിൽ, ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ആളിന്റെ അവസാന ശ്വാസം ഉണ്ടാകുന്നത് വരെയും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർക്കുന്ന ആളുകളെ, രാഷ്ട്രീയമായി എതിരഭിപ്രായം പറയുന്നവരെ, വിയോജിക്കുന്നവരെ ഒന്നൊന്നായി കൊന്നൊടുക്കുകയാണ്. നിങ്ങൾ RSS ഈ തെരുവിൽ 990 മുതൽ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ് പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തെക്കാൾ മഹത്തരം. ഗൗരി ലങ്കേഷ് ആരാ? ഒരു വനിതയാണ്. അവരുടെ ശുഷ്കിച്ച നെഞ്ചിലേക്ക് വെടിയുതിർക്കാൻ സംഘപരിവാരകാരന് ഒരു മനസ്താപം തോന്നിയില്ലല്ലോ. വ്യക്തമായി പറയൂ. ഗോവിന്ദ് പൻസാരെ വന്ധ്യവയോധികൻ പറഞ്ഞു പോകല്ലേ? അതിൽ ആ പ്രതികളിൽ ആരാണ് RSS-കാരൻ? പറയൂ. പ്രതികളിൽ ഗാന്ധിജിയെ കൊന്നിട്ടും ഇതേ അഭിപ്രായം തന്നെയാണ് നിങ്ങൾ തീർച്ചയായും പറഞ്ഞിരിക്കുന്നത്. ഗാന്ധിജിയെ കൊന്നിട്ടും ഇതേ അഭിപ്രായം തന്നെയാണ് പറയുന്നത്. ഗാന്ധിജിയെ കൊന്നിട്ടും ഇതേ അഭിപ്രായം തന്നെയാണ് നിങ്ങൾ പറയുന്നത്. സനാതൻ സംസ്ഥ എന്ന് പറയുന്ന ആ സംഘടന നിങ്ങളുടെ സംഘപരിവാരവുമായി ബന്ധപ്പെട്ട സംഘമാണ്. ബന്ധപ്പെട്ട കാളികൂളി സംഘമാണ്. ഈ രാജ്യത്ത്
വിയോജിക്കുന്നവരെ കൊല ചെയ്തു തുടങ്ങിയ രാഷ്ട്രീയ സംസ്കാരം നിങ്ങൾക്ക് മാത്രം വിജയന്റെ സോഷ്യലിസവും മതേതരത്വവും അഭിപ്രായ സ്വാതന്ത്ര്യവും. നിങ്ങൾ ഗോവിന്ദ് ബൻസാരയെ കുറിച്ച് പറയുമ്പോ, കൽബുർഗിയെ കുറിച്ച് പറയുമ്പോ, ഗൗരി ലങ്കേഷിനെ കുറിച്ച് പറയുമ്പോ നിങ്ങള് അതെ നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ നിങ്ങളെ വിലക്കേർപ്പെടുത്തുന്നില്ല. പക്ഷേ ഞാൻ ഒരിക്കലും നിങ്ങളെ വീട്ടിലേക്ക് വന്ന് നിങ്ങളുടെ നെഞ്ചിലേക്ക് വെടിയുതിർക്കുമെന്ന് നിങ്ങൾ പേടിക്കണ്ട. ഞാൻ ഒരിക്കലും നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്ന് പാർട്ടിയുടെ പേര് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പാർട്ടി എന്നാണ്. വിയോജിക്കുന്നവരെ കൊലപ്പെടുത്തുന്ന രാഷ്ട്രീയ സംസ്കാരം RSSനും സംഘപരിവാരത്തിനും സ്വന്തമാണ്. ചന്ദ്രശേഖരനെ കൊന്ന കേസിൽ ആരാ ജയിലിൽ കിടക്കുന്നത്? ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾ ആരാണ്? ഞാൻ ചോദിക്കുന്നത് 3000-ലധികം ആളുകളെ ഇപ്പോഴും മണിപ്പൂർ കത്തയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഞാൻ ലോകം മുഴുവനും ഉലകം ചുറ്റും വാലിബനാണ് നരേന്ദ്രമോദി. എന്തേ മണിപ്പൂരിൽ പോയില്ല? എന്തേ മണിപ്പൂരിൽ പോയില്ല? അല്ല, എന്റെ ചോദ്യം BJP പ്രതിനിധിയാണ്, ഞാനൊരു ക്വസ്റ്റ്യനാണ്, വേറെ ഒന്നുമല്ല. ഇവിടെ ഇലക്ഷന്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പം കേന്ദ്രത്തിൽ നിങ്ങൾ ഇത്ര സീറ്റ് പിടിച്ചു, അവിടെ CPM-ന് സീറ്റ് കിട്ടത്തില്ലെന്ന് പറഞ്ഞു. നമ്മൾ ജീവിക്കുന്ന സംസ്ഥാനം കഴിഞ്ഞല്ല നമ്മൾ കേന്ദ്രത്തിൽ പോകുന്നത്. നിങ്ങൾ എന്ത് ഇലക്ഷൻ സ്ട്രാറ്റജിയാണ് മുന്നോട്ട് വെക്കുന്നത്? അതായത് നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ഇലക്ഷന്റെ തീം? നമ്മുടെ നാട്ടുകാരെ നമ്മൾ ഇത്രയും കണ്ട് വിലക്കയറ്റവും മറ്റും നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ഇവിടെ 140 നിയോജക മണ്ഡലങ്ങളുണ്ട്, 20 ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്. നിങ്ങൾ എത്ര നിങ്ങൾ സീറ്റ് നേടിയിട്ടുണ്ട്? നിങ്ങൾ എത്ര സീറ്റ് നേടുന്നുണ്ട്? നിങ്ങൾ ഇലക്ഷൻ ആകുമ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു സഖ്യം ഉണ്ടാക്കും. ബാക്കി സഖ്യകക്ഷികളാണ്. നിങ്ങൾ NDA സഖ്യത്തിനോട് ED എന്ന് പറയുന്ന ഓലപ്പാമ്പിനെ എപ്പോഴും കൊണ്ട് ഇലക്ഷൻ സമയം മാത്രം കൊണ്ടുവരുന്ന NDAയുടെ സഖ്യകക്ഷിയെ ED മാറുന്നു. നിങ്ങൾ EDയെ കൊണ്ടുവന്നവർ എന്ത് ചെയ്തു? എപ്പോഴും വിരട്ടിൽ മാത്രമുണ്ട് ED വരും, ഇപ്പൊ ചെയ്യും. നിങ്ങൾ എന്ത് ചെയ്തു? EDയെ കൊണ്ട് നിങ്ങളുടെ സഖ്യകക്ഷി NDAയുടെ സഖ്യകക്ഷിയായിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്ന ED ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ED എന്ത് ചെയ്തു എന്നുള്ളതാണ് ചോദ്യം. ED അഴിമതിക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നു. ഒരാളെ ജയിലിലിട്ട് കാര്യം പറയണം. ശിക്ഷ വാങ്ങിച്ചു കൊടുത്ത ഒരാളുടെ പേര് പറയണം. 10 വർഷമായല്ലോ. ED ഇവിടെ അഴിമതിക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നു. EDക്കെതിരായി നിങ്ങൾക്ക് നിയമ നടപടി കോടതി ഇപ്പോൾ വേണമെങ്കിൽ സ്വീകരിക്കാം. EDക്ക് ആരെ ശിക്ഷിക്കാൻ അനുവാദമില്ല. ശിക്ഷിക്കുന്നത് കോടതിയാണ്. നിങ്ങൾക്ക് കോടതിയിൽ പോലും ഇപ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നത് കാരണം നിങ്ങൾ അഴിമതിക്കാരായതുകൊണ്ടാണ്. ഞങ്ങൾക്ക് ഈ രാജ്യത്ത് ഒരു അഴിമതിക്കാരോട് ഞങ്ങൾ സന്ധി ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അഴിമതിക്കാർ അഴിമതി ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് EDയെ ഭയപ്പെടുന്നത്, CBIയെ ഭയപ്പെടുന്നത്. CBIയെ കാണുമ്പോഴാണ് നിങ്ങളുടെ നേതാക്കന്മാർക്ക് നെഞ്ചുവേദന ഉണ്ടാകുന്നത്. ഞങ്ങൾ പ്രതിപക്ഷം 10 വർഷക്കാലം NDA പ്രതിപക്ഷത്തായിരുന്നു. ഒരു CBIയും ഒരു EDയും ഒരു NDA നേതാവിന്റെ വീട്ടിലും കയറിയിട്ടില്ല. ഞങ്ങൾ ആരും നിലവിളിച്ചിട്ടുമില്ല. ഞാൻ ചോദിക്കട്ടെ, സാന്റിയാഗോ മാർട്ടിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ 700 കോടി രൂപ നിങ്ങൾ ഫ്രീസ് ചെയ്തില്ലേ? അയാള് 500 കോടി രൂപ നിങ്ങൾക്ക് സംഭാവന ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അവരെ വെറുതെ വിടില്ലേ? അല്ലാതെ സാന്റിയാഗോ മാർട്ടിനെ പിടിച്ച് നിങ്ങൾ ജയിലിലടച്ചില്ലല്ലോ. ഇങ്ങനെയാണോ നിങ്ങൾ അഴിമതിക്കെതിരെ പോരാട്ടം നടത്തുന്നത്? എനിക്ക് ചോദിക്കാനുള്ളത് കോൺഗ്രസ് പ്രതിനിധിയോടും CPM പ്രതിനിധിയോടുമാണ് ചോദിക്കേണ്ടത്. ആദ്യത്തെ ചോദ്യം പൊതുവാണ്, കോൺഗ്രസ് പ്രതിനിധിയോടാണ്. നമ്മുടെ ഇവിടെ കുറേ നേരമായിട്ട് ചർച്ച നടത്തിയിരുന്നു. അപ്പം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ചർച്ച നടത്തുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ശശി തരൂർ MP, ബഹുമാനപ്പെട്ട ശശി തരൂർ MP ഇവിടെ മുന്നോട്ട് വെച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്തെ ഒരു ബാഴ്സലോണ നഗരമാക്കും എന്നുള്ളൊരു വ്യവസ്ഥ വച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യം കൂടെ ഒന്ന് പറയണം. കൂടാതെ തന്നെ നമ്മുടെ ഡിവിഷൻ ബെഞ്ച് അതും കൂടി കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞു തരണം. പിന്നെ കൂടാതെ തന്നെ CPM പ്രതിനിധിയോട് നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു. ആർട്ടിക്കിൾ 370 നമ്മൾ റദ്ദാക്കി എന്ന് പറഞ്ഞിരുന്നു. നേരത്തെ അതിന് സംബന്ധിച്ചാണ് ചർച്ച ഉണ്ടായിരുന്നത്. അപ്പോ ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞപ്പോൾ തന്നെ അവിടെ നമ്മുടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കൂടെ അവിടെ മഞ്ഞെറിഞ്ഞ് ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ 370 ഇപ്പോൾ നിങ്ങളിപ്പം എതിർക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പം നിങ്ങൾ 370 ആർട്ടിക്കിൾ കൊണ്ട് മാറ്റിയോണ്ടാണ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി രാഹുൽ ഗാന്ധിക്ക് അങ്ങോട്ട് മഞ്ഞ് എറിഞ്ഞ് കളിക്കേണ്ട അവസ്ഥ വന്നത്. ഇതുപോലെ ചോദ്യം ചോദിച്ചതുകൊണ്ട് ഈ 15 ലക്ഷം രൂപ കൊണ്ടുവരാമെന്ന് പറഞ്ഞവരൊക്കെ ഇവിടെ ഉണ്ട്. 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കാമെന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട്. ഈ കള്ളനോട്ട് പിടിച്ച് അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നോട്ട് നിരോധനം നടത്തിയ സമയത്ത് ഈ രാജ്യത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി എല്ലാം തീർന്നില്ലെങ്കിൽ 6 മാസത്തിനകത്ത് സ്വയം തീ കൊളുത്തി ചാവും എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഈ രാജ്യത്തുണ്ട്. ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും പറ്റിക്കുകയായിരുന്നില്ലേ? ഇവിടെ വിലക്കയറ്റത്തിനെതിരെ ഞാൻ ചോദിക്കട്ടെ, പെട്രോളിന്റെ വില നിയന്ത്രണം എടുത്തു മാറ്റിയപ്പോൾ വലിയ സമരം നടത്തിയവരാണ്. അവർ അധികാരത്തിൽ വന്നപ്പോൾ ഡീസലിന്റെ വില നിയന്ത്രണം വരെ എടുത്ത് കളഞ്ഞവരാണ്. അപ്പോൾ വാക്ക് പാലിക്കുന്നവരെ കുറിച്ച് അവർ പറഞ്ഞതൊക്കെ പരിശോധിക്കണം, മനസ്സിലായില്ലേ? അല്ല പെട്രോളിന്റെ വില പറഞ്ഞു. പെട്രോൾ 50 രൂപയ്ക്ക് കൊടുക്കാൻ
അല്ല, രൂപയ്ക്ക് കൊടുക്കാൻ പറഞ്ഞത് എവിടെ കൊണ്ടുപോകും? പെട്രോളിന്റെ കാര്യം പറഞ്ഞു. 15 ലക്ഷം രൂപ ഓരോരുത്തർ അനിയന്റെ അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ വന്നോ? കള്ളപ്പണം കൊണ്ടുവന്നോ? കള്ളപ്പണം കൊണ്ടുവന്നോ? അയ്യോ പറഞ്ഞിട്ടില്ല. അല്ലല്ല ഇപ്പം പറഞ്ഞു ഒന്നും പറഞ്ഞ 15 ലക്ഷം രൂപ നിങ്ങൾ അക്കൗണ്ടിൽ കിട്ടുമെന്ന് കിട്ടിയില്ല. അല്ല 15 കിട്ടിയില്ല. ലക്ഷം രൂപ അത് നിങ്ങൾ നിങ്ങളുടെ കിട്ടുമെന്ന് മറുപടി പറഞ്ഞു. ശരി, അപ്പൊ നിങ്ങളൊരു ജനപ്രിയ പ്രതിനിധിയാണല്ലോ, ജനകീയ പ്രവർത്തനം ചെയ്യുന്ന ആളാണല്ലോ. അപ്പൊ നിങ്ങൾ ഈ കാര്യം പ്രധാനമന്ത്രി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ ചലഞ്ച് ചെയ്യുന്നു നിങ്ങളെ. 15 ലക്ഷം രൂപ അക്കൗണ്ടിൽ കൊണ്ട് തരുമെന്ന്. 15 ലക്ഷം രൂപ അക്കൗണ്ടിൽ കൊണ്ട് തരുമെന്ന് ഒരു തെരഞ്ഞെടുപ്പ് മുഴുവൻ നിങ്ങളുടെ പ്രവർത്തകർ പറഞ്ഞുകൊണ്ടിരുന്നതാണ് 15 ലക്ഷം രൂപ. അത് നടക്കാതെ ആയപ്പോൾ അതില്ല എന്ന് പറയുന്നു. അല്ല, ഞാൻ പറഞ്ഞത് CPM പ്രതിനിധിയോട് ചോദിക്കും. CPM പ്രതി 20 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നിഷേധിക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, അനിയ 20 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൊടുത്തോ? ഞാൻ ചോദിക്കട്ടെ, 20 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, കൊടുത്തോ? നിങ്ങളുടെ പ്രധാനമന്ത്രി പറഞ്ഞാണ് ഇല്ലാന്ന് പറ, നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറ. രാഹുൽ ഗാന്ധി മഞ്ഞെറിഞ്ഞ് കളിച്ചു എന്നാണല്ലോ. അദ്ദേഹം ഒരു യാത്ര നടത്തി, ഈ വർഗീയതയ്ക്കെതിരെ, നിങ്ങളുടെ വർഗീയ വിദ്വേഷത്തിനെതിരെ, നിങ്ങളുടെ വെറുപ്പിനെതിരെ ഒരു യാത്ര നടത്തി. ആ യാത്രയിൽ അദ്ദേഹം കണ്ട കുട്ടികളെ അദ്ദേഹം സ്നേഹിച്ചു, അവർക്ക് റോസാപ്പൂ കൊടുത്തു, അവർക്ക് സ്നേഹം പകർന്നു. അതൊരു പൊതുപ്രവർത്തനം. ഇനി ഞാൻ ചോദിക്കട്ടെ, പുൽവാമയിൽ ഞങ്ങൾ മഞ്ഞെറിഞ്ഞതാണല്ലോ നിങ്ങൾക്ക് വിഷമം, അല്ലാതെ നിങ്ങളുടെ പ്രധാനമന്ത്രിയെ പോലെ പുൽവാമയിൽ ജവാന്മാർ മരിച്ചു കിടന്നപ്പോൾ അങ്ങ് ഷൂട്ടിംഗ് നടത്തി പിന്നെ ഇതുപോലെ ജവാന്മാരെ അപമാനിച്ച ചരിത്രമൊന്നുമില്ല ഞങ്ങൾക്ക്, മനസ്സിലായ? പുൽവാമയിലെ ആ രക്തസാക്ഷികളൊന്ന് കാണാൻ പോലും സമയമില്ലാത്ത ആളായിരുന്നു. പാകിസ്ഥാന് പങ്കില്ല എന്ന് പറഞ്ഞത് നിങ്ങളുടെയും കോൺഗ്രസിന്റെയും രാജ്യദ്രോഹി. അങ്ങനെ ഒരു പൊള്ളയായ വാഗ്ദാനമാണല്ലോ ഈ പ്രപ്പോസൽ. ഹൈക്കോടതി ബെഞ്ച് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഹൈക്കോടതി പ്രായോഗികമായ ബുദ്ധിമുട്ടാണ്, 15 ലക്ഷം രൂപ കൊണ്ടുവരാന്ന് പറയുന്നത് പോലെ അല്ലല്ലോ ഹൈക്കോടതി ബെഞ്ചിന്റെ കാര്യം. അതിനകത്ത് പ്രായോഗികമായിട്ടുള്ള എന്നോടാണോ ക്വസ്റ്റ്യൻ ചോദിച്ചത്? ക്വസ്റ്റ്യൻ ചോദിച്ചെങ്കിൽ ഞാൻ ആൻസർ പറയും. ഇത് കോർപ്പറേഷന് മുന്നിൽ അത്തരത്തിലൊരു പ്രപ്പോസൽ ബഹുമാനപ്പെട്ട MP-യുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 15 വർഷം തിരുവനന്തപുരത്തെ പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നഷ്ടവർഷങ്ങളായിരുന്നു. അത് ഈ നാട്ടിലെ പ്രബുദ്ധരായ മുഴുവൻ വോട്ടർമാർക്കും അറിയാവുന്ന കാര്യമാണ്. നഷ്ടവർഷങ്ങളായിരുന്നു, ഒരു കാര്യവും നടന്നിട്ടില്ല. ഇപ്പോഴത്തെ പെട്രോളിന്റെയും ഗ്യാസിന്റെയും വില കൂടെ എനിക്കറിയില്ല, ഒന്ന് പറഞ്ഞു തരണം. പെട്രോൾ ഡീസൽ വില, പെട്രോൾ ഒരു സെക്കൻഡ് പെട്രോൾ 1 ലിറ്ററിന്റെ കുപ്പി ദാ ഇരിപ്പുണ്ട്. 50 രൂപയ്ക്ക് പെട്രോൾ 1 ലിറ്റർ അടിച്ചു തരാമെന്ന്. അത്യാവശ്യം കാര്യം എന്ന് പറയാൻ നിങ്ങൾ പറഞ്ഞ കാര്യമല്ലേ? പെൻഷൻ കൊടുക്കാൻ വേണ്ടി 2 രൂപ സെസ് വാങ്ങിച്ച് മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ആദ്യം മുഖ്യമന്ത്രിയെ പഠിപ്പിക്കുക. സംസ്ഥാന അവകാശം ഭരണഘടനയ്ക്ക് അതീതമല്ല, ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ടാണ് സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ. പെട്രോളിന്റെയും ഡീസലിന്റെയും വിലവർദ്ധനവിനെതിരായി ഈ ദിനത്തിലൂടെ കാളവണ്ടി സമരം നടത്തിയ ആളുകളാണ് ഇപ്പൊ ആറ്റിങ്ങൽ മത്സരിക്കുന്നത്, നേതൃത്വം കൊടുത്ത ആളുകൾ. ഗ്യാസിന്റെ വിലവർദ്ധനവ് വളരെ കൂടുതലാണെന്ന് പറഞ്ഞ് പരിതപിച്ച് വീഡിയോ ഇറക്കിയ ആളാണ് ഇപ്പൊ ആലപ്പുഴയിൽ മത്സരിക്കുന്നത്, ശോഭാ സുരേന്ദ്രൻ. നിങ്ങൾക്ക് ഇതിലൊന്നും ഒരു അപമാനവും തോന്നിയില്ല എങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളോട് അഴിമതിക്കെതിരെ സംസാരിക്കുകയും മാസപ്പടി വാങ്ങി പോക്കറ്റിലിട്ട് നടക്കുന്ന മുഖ്യമന്ത്രിയുടെ അത്രയും അപമാനം ഈ രാജ്യത്തിൽ ആർക്കുമില്ല. സ്വന്തം മകളെ കൊണ്ടുപോലും അഴിമതി നടത്തി മരുമോനെ കൊണ്ട് ഫ്ലെക്സ് ബോർഡ് വയ്ക്കുന്ന മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത്. ആദ്യം ചോദിച്ചതിന് മറുപടി പെട്രോളിനെ 3 പേർക്ക് പെട്ടെന്ന് പറയാം. പെട്രോളിനെ സംബന്ധിച്ച് ചോദ്യം സാധാരണക്കാര ചോദ്യമാണ്. പെട്രോളിനെ സംബന്ധിച്ച് എന്താണ് ചോദ്യം? പെട്രോളിന്റെയും ഡീസലിന്റെയും വിലവർദ്ധനവ് അത് ഘട്ടം ഘട്ടമായി ഉയർത്തിയത്, അതിന്റെ വില നിർണയ അവകാശം സ്വകാര്യ കമ്പനികൾക്ക് നൽകിയത് 2 പേർക്കും തുല്യ പങ്കാളിത്തമാണ്. ഇത് വസ്തുതയാണ്. 50-40 രൂപയിൽ കിടന്ന പെട്രോള് ഇന്നിപ്പോൾ 100 രൂപയിൽ കൂടുതലായി ഉയർന്നിട്ടുണ്ട് എങ്കിൽ, ഡീസലിന്റെ വില 430 നിന്നും 1000 സംതിങ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം 2ാം UPA സർക്കാരിനും പിന്നീട് വന്ന NDA സർക്കാരിനുമാണ്. വിപണി വില അനുസരിച്ച് പെട്രോളിന്റെ വില നിയന്ത്രണം സ്വകാര്യ കമ്പനികളെ ഏൽപ്പിച്ചു എന്നുള്ളത് വസ്തു തന്നെയാണ്. പക്ഷെ അപ്പോഴും ഡീസലിന്റെ വില നിയന്ത്രണം ഞങ്ങൾ എടുത്ത് മാറ്റിയിട്ടില്ല. ഞങ്ങൾക്കെതിരെ സമരം ചെയ്തു. പെട്രോളിന്റെ വില നിയന്ത്രണം തിരിച്ച് സർക്കാരിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞ BJP അധികാരത്തിൽ വന്നതിന് ശേഷം ഡീസലിന്റെ വില നിയന്ത്രണം സ്വകാര്യ കമ്പനികളിലേക്ക് ഏൽപ്പിച്ചു. ഇന്ന് അത് സബ്സിഡി എന്ന് പറയുന്ന വലിയൊരു ബാധ്യതയെ തുടർന്നാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തതെങ്കിൽ ഞാൻ പറയുന്നു, അത് മാർക്കറ്റിന്റെ വിലയനുസരിച്ച് കൂട്ടാനും കുറയ്ക്കാനുള്ള അധികാരം അവർക്കുണ്ട്. ഇന്ന് ഇവിടെ നികുതി കൊള്ളയാണ് നടക്കുന്നത്. ക്രൂഡ് ഓയിലിന്റെ വില കുത്തനെ കുറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട് നിങ്ങൾ അതിനനുസരിച്ച് പെട്രോളിന്റെ ഡീസലിന്റെ വില കുറയ്ക്കില്ല? പെട്രോൾ 100 രൂപയുടെ പെട്രോൾ അടിച്ചാൽ 50 രൂപയാണ് നികുതി. അപ്പോൾ ഇവിടെ ഇടതുപക്ഷവും BJPയും നികുതി കൊള്ള നടത്തിയിട്ട് എന്തിനാണ് നിങ്ങൾ മറച്ചു പിടിക്കുന്നത്? പെട്രോളിയവുമായി ബന്ധപ്പെട്ട്
GST കൗൺസിൽ വിളിച്ചപ്പോൾ മുഴുവൻ സംസ്ഥാനങ്ങളോടും നിങ്ങൾ ഒരുമിച്ച് ഒരു തീരുമാനമെടുത്ത് GSTയിൽ ഉൾപ്പെടുത്തണമെന്ന് കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം ഉന്നയിച്ചപ്പോൾ അതിശക്തമായാണ് കോൺഗ്രസ് സർക്കാരുകളും CPM സർക്കാരും കേരളത്തിലെ ഏക സർക്കാരും കൂടി എതിർത്തത്. അതിൽ ഒരു തീരുമാനമുണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ പെട്രോളിയം പ്രോഡക്റ്റുകളിൽ നിന്ന് കിട്ടുന്ന നികുതി കേന്ദ്ര സർക്കാരിനുണ്ട്, സംസ്ഥാന സർക്കാരിനുണ്ട്. സംസ്ഥാന സർക്കാരുകൾ ഇതിനെ എതിർക്കുന്ന നിങ്ങൾ, ഈ പണമല്ല നികുതി പണമാണ്, ഇത് സ്വകാര്യ വ്യക്തിയുടെ പോക്കറ്റിലേക്ക് അല്ല പോകുന്നത്, സർക്കാരിന്റെ പൊതുഖജനാവിലേക്കാണ്. അതിൽ പാവപ്പെട്ടവന്റെ പെൻഷൻ പദ്ധതിക്കാണ് പോകുന്നത്. പാവപ്പെട്ടവന്റെ പെൻഷൻ പദ്ധതിക്കാണ് പോകുന്നത്. പിണറായി വിജയന്റെ മകളുടെ പോക്കറ്റിലേക്കുമാണ് പോകുന്നത്. അതല്ല ഈ വിഷയം പറയട്ടെ, ബാക്കി പറയട്ടെ. പറയാം. ഒരു രൂപയുടെ ആനുകൂല്യം പെൻഷൻ കിട്ടുന്നില്ല, തൊഴിൽ കിട്ടുന്നില്ല. ജനാധിപത്യം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, മറുപടി പ്രതീക്ഷിക്കുമ്പോൾ പറയാൻ അനുവദിക്കണം. ചേട്ടാ മൈക്ക് കൊടുത്തേക്കേട്ടാ, ചോദിക്കട്ടെ, ചോദ്യം ചോദിക്കട്ടെ, മൈക്ക് കൊടുക്കൂ. അല്ല നിങ്ങൾ ചോദിക്കൂ, മൈക്ക് കൊടുക്കും, അവരുടെ ചോദ്യം ഞാൻ കേൾക്കാം. മറുപടി പറയാം. ഉത്തരം ഞാൻ പറയാൻ തയ്യാറാണ്. അദ്ദേഹത്തിന്റെ ചോദ്യത്തിനുള്ള ഒരു അവസരവും ഞാൻ മാറ്റുന്നില്ല. നമ്മൾ രാഷ്ട്രീയമായ ഒരു സംവാദത്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വീട്ടുകാരെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ സംസാരിച്ചില്ല. പിണറായി വിജയന്റെ മോള് എന്ത് ചെയ്തു എന്ന് ചോദിക്കാനല്ല ഷജീറിന് നെയ്യാറ്റിക്കര സ്വദേശി അഹമ്മയുടെ നാട്ടിലേക്ക് വിളിച്ചത്. കോൺഗ്രസ് ഇന്ററിം സെറ്റിൽ ബോർഡിന്റെ തീരുമാനം ഞാൻ ചോദിക്കട്ടെ. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ തീരുമാനം ഞാൻ ചോദിക്കട്ടെ. തർക്കപരിഹാര ബോർഡിന്റെ തീരുമാനം അവരുടെ വിധിയാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് എങ്ങനെ അറിയാം ഇങ്ങനൊരു വിധി വന്നത്? എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട് 1,72 ലക്ഷം രൂപ സമൂഹത്തിനകത്ത് ഒരു സേവനവും നൽകാതെ വീണാ വിജയൻ കൈപ്പറ്റി എന്ന് പറഞ്ഞത് ഞങ്ങളാരുമല്ല, ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡാണ്, തർക്കപരിഹാര ബോർഡാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞതല്ല.